ഹലോ ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നിപ്പം കുളിച്ച് സുന്ദരിക്കുട്ടിയായിട്ട് എങ്ങോട്ടാണെന്നല്ലേ, ഇന്ന് നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഫ്രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞ് സിനിമ അതിൻ്റെ പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകണമെന്ന് വിചാരിച്ച് ഇപ്പോൾ 2-3 ദിവസമായിട്ട് തല നനച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് തല നനയ്ക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇതിനിപ്പോൾ എന്താവുമെന്നൊന്നും അറിയില്ല. കാരണം നനഞ്ഞ മുടിയായിട്ട് വണ്ടിയിൽ കയറി പിന്നെ അവിടെ നിന്ന് AC തിയേറ്ററിലിരുന്ന് എന്താവുമെന്ന് അറിയില്ല. എന്തായാലും ശരി, അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ചൂട് വെള്ളത്തിൽ അങ്ങനെ തലക്ക് കുളിച്ചു. തല നനഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഹെയർ എങ്ങനെ കെട്ടോന്ന് അറിയാൻ വയ്യാതായി. അപ്പോൾ ജസ്റ്റ് ചുമ്മാ 2 സൈഡിൽ നിന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ചുമ്മാ 2 സ്ലൈഡ് എടുത്ത് വെച്ചു. അങ്ങനെ ഇതാണ് എൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂമും. ഒരുപാട് നിന്ന് ഒരുങ്ങാനോ ഒരുപാട് നിന്നിട്ട് ഇതാക്കാനോ തലമുടിക്കലോ വേറെ ഒന്നും ചെയ്യാൻ, അല്ലെങ്കിലും പൊതുവേ ഞാൻ തലമുടിയിലൊന്നും ഒന്നും ചെയ്യാറില്ല. എങ്ങനെയാണോ അങ്ങനെ പോകലാണ്. അപ്പം എവിടെയും പോകുന്നതിന് മുൻപുള്ള നമ്മളുടെ റീൽസിനുള്ള സാധനം റെഡിയായി കഴിഞ്ഞു. ആകെ കിട്ടണ ഒരു മിനിറ്റാണ്. ഇന്നാണെന്ന് ഹറിബറി അല്ലാതിരുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ ഹറിബറിയാണ്. അത് പൊന്നു ഇപ്പോൾ പറയുകയും ചെയ്തു. ഇതാണ് പൊന്നൂൻ്റെ കോസ്റ്റ്യൂം. പൊന്നു 5-6 കിലോ കുറഞ്ഞപ്പോഴത്തേക്കും പൊന്നൂൻ്റെ കോസ്റ്റ്യൂംസൊക്കെ പൊന്നൂനിടാം. ഇത് വാങ്ങി വെച്ചിട്ട് 1 വർഷമായി. പക്ഷേ പൊന്നൂന് വെയിറ്റ് കൂടിയത് കാരണം ഹോർമോണൽ ഇംബാലൻസ് ഉള്ളത് കൊണ്ട് അവൾക്ക് ഇടാൻ പറ്റിയില്ല. ഇന്നാണ് ടാഗ് പൊട്ടിച്ചിട്ടത്. അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു എത്ര നാളെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ലൈറ്റ് അധികമില്ല. എന്നാൽ പോലും ഇപ്പോഴാണ് കേട്ടോ ഞാനിത് ഫുള്ളായിട്ട് കാണുന്നത്. ഈ സാരി കൊടുത്തു കഴിഞ്ഞാൽ, പക്ഷേ ഹൈ ഹീൽഡ് ചെരുപ്പിട്ട് കഴിഞ്ഞാലേ കാണാൻ രസമുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് അത്ര വലിയ ഭംഗിയും തോന്നുന്നില്ല. പിന്നെ മാത്രമല്ല അങ്ങനെ നിന്ന് അങ്ങനെ ഭയങ്കര രസത്തിനും വല്ല ഷേപ്പിലൊന്നും ഉടുക്കാനുള്ളൊരു ഇതിലും അല്ലായിരുന്നു. പിന്നെ സാരി ഉടുത്ത് പോകണം എന്നുള്ളത് കൊണ്ട് ഇത് ഉടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അയൺ ചെയ്യേണ്ടിയിരുന്നു, അതും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കണേന്. എന്നാലും അപ്പോൾ നമ്മൾ പോയിട്ട് വരട്ടെ. എത്രയോ നാൾക്ക് ശേഷം കേട്ടോ ലാൽ മീഡിയൊക്കെ ഒന്ന് കാണുന്നത്. സത്യം പറഞ്ഞാൽ കാണാൻ കൊതിയായിരുന്നു എനിക്ക്. ചെന്നപ്പോൾ തന്നെ നമ്മളുടെ ദിനേശ് ഏട്ടൻ പെട്ടെന്ന് വളർന്നുപോയി. ലാസ്റ്റ് ഞാൻ ഏതിൻ്റെ ഡബ്ബിങ്ങിനാണ് ഇവിടെ വരുന്നേ? ഞാൻ വരുമ്പോഴൊക്കെ നിന്നെയും കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല അൻസാർക്ക് നമ്മൾ ലക്ഷ്യത്തിൻ്റെ ഡബ്ബിങ്ങിന് വന്ന സമയത്ത് പറഞ്ഞത് നേരെ വീട്ടിൽ പോയി ഡിപ്രഷൻ അടിച്ചിരിക്കാതെ സിനിമയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് ഓർമ്മയില്ല? മറ്റേ മമ്മൂക്കാടെ ലാലേട്ടൻ്റെയും കൂടെ 2 മൂവി ഒരേ ദിവസം കണ്ടിട്ട് വന്നത്. അത് ഇവിടെ നിന്ന് നമ്മൾ വീട്ടിൽ പോവാതെ വീട്ടിൽ പോയി ഇനി കരഞ്ഞു വിളിച്ച് അവിടെ ഇരുന്ന് ഡിപ്രഷനാണ്. ഓർമ്മയില്ല? ബാക്കിയെല്ലാം ഓർമ്മ ഉണ്ടോ? ഓർമ്മയില്ല. ഒരു സമയത്ത് ഇങ്ങനെ എന്താ പറയുക, ഒരു സിനിമ കഴിയുമ്പോൾ അങ്ങനെ ഒരു 10-25 സിനിമയാണെങ്കിൽ, അതല്ലെങ്കിൽ ഞാൻ അഭിനയിക്കാത്ത സിനിമകളിൽ ഡബ്ബിംഗ് ആയിട്ടും ഒക്കെ ഇങ്ങനെ ലാൽ മീഡിയയിൽ തന്നെ ഒരുപാട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പഴയ ഓർമ്മകൾ ആലോചിക്കും ഭയങ്കര മനസ്സിനൊരു കുളിർമ. ശ്രീനിയേട്ടൻ മരിച്ച സമയത്ത് പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഞാൻ ഇവിടെ പൊതുദർശനത്തിന് വെച്ച സമയത്ത് വന്നില്ല. അവിടെ ഫുള്ള് ചാനലുകാരാണ്. വെറുതെ എന്തായാലും ശരി, വെറുതെ നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോലെ അല്ലല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ക്യാമറ ഉണ്ടെന്ന് വെച്ചിട്ട് ആരോട് സംസാരിക്കാനും ഇതാക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ വെറുതെ നമ്മൾ പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയുടെ ഇത് കാണാനാണ്. അപ്പം ഞാൻ അത് കാരണം മനപ്പൂർവ്വം അവിടെ പോകും. അതാണ് ഞാൻ 7 മണിക്ക് ശേഷം 8 മണിക്ക് ശേഷം വീട്ടിലാണ് പോയത്. ഒരു 10-12 മണി വരെ അവിടെ ഇന്ന് ട്രീറ്റ്മെൻറ്റ് വയ്ക്കാതിരുന്നതാ. 5 മണിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എത്തൂലായിരുന്നു. ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഇന്നൊരു 5 മണിക്ക് ഒഴിയാൻ ചെല്ലാമെന്ന് പറഞ്ഞാണ്. പക്ഷേ അത് എന്തായാലും ഇതായിപ്പോയി. ഇപ്പം നാളെ എന്തായാലും പോയേ പറ്റുള്ളൂ. പൊന്നൂനെ ആർക്ക് കണ്ടിട്ടും മനസ്സിലാവുന്നില്ല. ഒരു 6-7 വർഷം നമ്മളിവിടെ കാക്കനാട്. പൊന്നൂന് കുറേ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ഇപ്പോൾ കാണുന്നത്. മറ്റത് കുഞ്ഞി പൊന്നുമായിരുന്നപ്പോഴാണ് എല്ലാവരും കണ്ടിരുന്നത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിവിടെ വീണ്ടും ഒരു പ്രിവ്യൂ കാണാൻ പറഞ്ഞത്. എൻ്റെ ഷോർട്ട് ഫിലിമിലായിരുന്നു ഫസ്റ്റ്, കാമസൂത്രല്ലേ, അതിനായിരുന്നു ഞാൻ ഫസ്റ്റ് ഇവിടെ വരുന്നത്. അതിനുശേഷം പിന്നെ കുറേ മൂവീസിന് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പായി. എല്ലാം കഴിഞ്ഞ് അവരുടെ ക്രൂ മെമ്പേഴ്സിൻ്റെ കൂടെയൊക്കെ നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തു. നല്ലൊരു ഈവനിങ് ആയിരുന്നു എല്ലാം കൊണ്ടും. നല്ലൊരു മൂവിയായിരുന്നു. ബാബുരാജ് ഭക്തപ്രിയം എന്ന് പറയുന്ന പുള്ളിയുടെ മൂവിയായിരുന്നു. ചെറിയ ഒരു ലോ ബഡ്ജറ്റ് മൂവിയായിരുന്നു. പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ത്രെഡ് വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളാരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മെൻ്റലി മൊത്തത്തിൽ ഡൗൺ ആയിരിക്കണം എനിക്ക്. ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഇവൻ്റ് എനിക്ക് ഭയങ്കര വലിയൊരു എന്താ പറയുക സന്തോഷം തന്നെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് ഇപ്പോൾ ജീവൻ നാസർക്കായെ കണ്ടപ്പോഴത്തേക്ക് സർപ്രൈസ് ആയിട്ടായിരുന്നു. ഇപ്പം നിജിലാണെങ്കിൽ വൈറ്റ് ഷർട്ട് ഇട്ട നിജിൽ എല്ലാം കഴിഞ്ഞ് എൻ്റെ പൊന്നോന് 2 സെൽഫി എടുത്ത് കൊടുത്തിട്ടു. പക്ഷേ ഞാൻ കൂടെ നിന്ന് കൊളായിപ്പോയി. അവൾ ഒറ്റയ്ക്കായിരുന്നു, എനിക്ക് നന്നായിരുന്നു. ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ മീൻ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിലോട്ട് വന്നു. അവിടെ നിന്ന് മീനും മുരിങ്ങക്കായും ഒക്കെ വാങ്ങി. പക്ഷേ കറിയൊന്നും വെച്ചില്ല, ഞാൻ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്തുനിന്ന് എണ്ണയും ഒക്കെ വാങ്ങിയിട്ട്
നേരെ അവിടെ ടാറ്റയും പറഞ്ഞു. കാരണം ഞാൻ പല ദിവസങ്ങളിൽ ഇവിടെ നിന്ന് മേടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവർക്ക് തന്നെ അറിയാം. അപ്പം പൊന്നുവിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്ത് പൊന്നുമാണ് ഇപ്പോൾ എല്ലാ സാധനങ്ങളും സൂക്ഷിക്കുന്നതും കൊണ്ട് വയ്ക്കുന്നതും എല്ലാം ചെയ്യുന്നത്. പൊന്നുവിൻ്റെ വീടാണ്, പൊന്നുവിൻ്റെ വീട്ടിലെ ഗസ്റ്റാണ് ഞാൻ. പൊന്നുവാണ് വീട്ടുകാര്യങ്ങളെല്ലാം നോക്കുന്ന വീട്ടുകാരി. അങ്ങനെ പൊന്നുവിൻ്റെ കയ്യിൽ കൊടുത്തു. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്. കാരണം ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി എന്നല്ലാതെ സ്നാക്സ് കഴിച്ചു എന്നല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റ്, നമ്മൾ സാധാരണ ആര്യാസിലാണ്, ആര്യാസിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അങ്ങറ്റം പോയി യൂട്ടേൺ എടുത്തിട്ട് തിരിച്ച് ആര്യാസിൽ വന്ന് വീണ്ടും തിരിച്ച് സിഗ്നലിൻ്റെ അവിടെ നിന്ന് തിരിച്ച് പോകണം. അപ്പോൾ ട്രാഫിക്കിൽ നിന്ന് മാറിയിട്ട് എക്സ്പ്രസ് വേയിലോട്ട് കയറിയപ്പോഴത്തേക്കും ഇതാ ഇവിടെ ഷവായ പാലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ അങ്ങനെ ഉള്ളിൽ കയറി ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ചെറിയ സ്നാക്സ് ചായ എന്തെങ്കിലും കഴിച്ചിട്ടേ ഉള്ളായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിരുന്നു. നമ്മുടെ പ്ലേറ്റൊക്കെ വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പോൾ നമ്മൾ സെൻട്രൽ സ്ക്വയർ മാളിലൂടെ ഇപ്പോൾ കണ്ട അതേ സെയിം പ്ലേറ്റ് ആയിരുന്നു. എനിക്ക് അടിപൊളി ഇഷ്ടമായിട്ടുള്ളൊരു പ്ലേറ്റ് വരുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെയൊക്കെയാണ് പോയത്. പക്ഷേ ഇന്നലെ ബാക്ക് പെയിൻ 4-5 ദിവസമായിട്ട് ബാക്ക് പെയിൻ ഭയങ്കരമായിട്ട് കൂടിയിട്ട് എനിക്ക് തീരെ കിടക്കാനും ഉറങ്ങാനൊന്നും പറ്റാതെ വന്നിട്ട് അങ്ങനെ ഇന്നലെ വീണ്ടും പോയിട്ട് ഉഴിച്ചിൽ നടത്തി. ഇന്ന് പൂർണ്ണ റെസ്റ്റ് എടുക്കണം, പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്തതെന്ന് പറഞ്ഞതാണ്. പക്ഷേ യൂബർ വരാതിരുന്നപ്പോൾ വേറെ നിവൃത്തിയില്ല, ഡ്രൈവ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞും പോയി ചെല്ലാമെന്നത് വീണ്ടും അവർ വിളിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും എന്താ നമ്മുടെ 2 പീസ് ഷവായ വന്നു. അങ്ങനെ പൊന്നു ഒരിച്ചിരി മയോണൈസ്. എനിക്കാണെങ്കിൽ ആ കുബൂസ് വേണ്ടെന്നുണ്ട്. ഞാൻ റൊമാലി റൊട്ടിയാണ് പറഞ്ഞത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കേട്ടോ അവിടുത്തെ സലാഡായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ലെമൺ ടീ ആയിരുന്നു. ഒട്ടും കുടിക്കാനേ പറ്റിയില്ല. ഇത് പൊന്നിൻ്റെ ജ്യൂസ്. അങ്ങനെ